റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യയാണെന്ന് പുതിയ വെളിപ്പെടുത്തൽ. തിങ്കളാഴ്ച തീവയ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട റോമൻ ലാവ്റിനോവിച്ചിലൂടെയാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത്. UK ഗവൺമെന്റ് തലവനെ ലക്ഷ്യം വയ്ക്കാൻ 22-കാരനായ ഉക്രൈനിയൻ ബിൽഡർ ആയുധം കൈവശം വച്ചിരുന്നുവെന്നും പുതിയ വാർത്തകളുണ്ട്. റഷ്യൻ ഭരണകൂടത്തിലേക്ക് നയിക്കുന്ന വ്യാപകമായ അട്ടിമറി, പ്രകോപനം, നുണകൾ എന്നിവയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു തീവയ്പ് ആക്രമണമെന്ന് പല മാധ്യമങ്ങളും കണ്ടെത്തുകയായിരുന്നു. ലാവ്റിനോവിച്ചിനെ നയിച്ച ഇയൽ മറ്റ് ആക്രമണങ്ങൾക്ക് പകരമായി റഷ്യൻ പൗരത്വം വാഗ്ദാനം ചെയ്യുകയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തുവെന്ന് BBC ന്യൂസ് വെളിപ്പെടുത്തുകയും ചെയ്തു. EL ഒരു യുവ റഷ്യൻ നയതന്ത്രജ്ഞനാണെന്നും ചാരന്മാരിൽ നിന്നും പ്രചാരകരിൽ നിന്നും വിവരയുദ്ധത്തിൽ പരിശീലനം നേടിയിട്ടുണ്ടെന്നും മോസ്കോയിലെ ഉന്നത അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്നും സൂചിപ്പിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് BBC വ്യക്തമാക്കി. റഷ്യയിൽ നിന്നുള്ള പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സ്റ്റാർമറിനെ ലക്ഷ്യം വെച്ചുള്ള തീവയ്പ് ആക്രമണങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് മെസ്സേജുകളും മറ്റ് പോസ്റ്റുകളും പ്രചരിപ്പിച്ചതായി കണ്ടെത്തുകയായിരുന്നു. കൂടാതെ തീവ്ര വലതുപക്ഷ ഇസ്ലാം വിരുദ്ധ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ പോലെയുള്ള വ്യക്തികളും ഇത് പങ്കുവച്ചതായി കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.